നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റീരിയലിന്റെ പർച്ചേസ് ആണ് പറഞ്ഞത്. ഇന്ന് പറയാൻ വേണ്ടി പോണത് സ്റ്റോറേജ് ആണ്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. അപ്പം അതിന്റെ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള പാർട്ടാണ് ഇപ്പൊ പറയണത്. എന്താണ് സ്റ്റോറേജ് പറഞ്ഞത്? നമ്മള് ഓവർ സ്റ്റോക്കിങ്ങും അതുപോലെ തന്നെ കുറഞ്ഞു പോയാലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? After the purchase, receipt and inspection of materials, the next most important step in process of material control is concerned with the storage of materials, which is termed as storekeeping. അപ്പോൾ നമ്മൾ പർച്ചേസിംഗിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു. ലാസ്റ്റ് ചെയ്തിരുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്കിംഗ് ആൻഡ് പാസിംഗ് ഓഫ് ബിൽസ് ഫോർ പേയ്മെന്റ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെസിപ്റ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, അതായത് ഒരു മെറ്റീരിയൽസ് വാങ്ങിയതിനു ശേഷം അതെങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ളതിന്റെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി ആ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. അപ്പം എന്നതാണ് മെറ്റീരിയൽ കൺട്രോളിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്. അടുത്ത പ്രധാന പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഇത് നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റോർ കീപ്പിംഗ് എന്ന് വിളിക്കും എന്നാ പറയുന്നത്. അത്രയും മതി. സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത്രയും പറഞ്ഞാൽ മതി. ഇതിൽ കുറെ വൈഡ് ആയിട്ടുണ്ട്. സ്റ്റോർ കീപ്പിംഗ് ഈസ് ദ അക്സെപ്റ്റ് ആസ്പെക്ട് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? മെറ്റീരിയൽസ് വാങ്ങിയ ശേഷം അതെങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണോ, എങ്ങനെയാണത് സ്റ്റോർ ചെയ്ത് എന്നതാണ് മെറ്റീരിയൽ കൺട്രോളിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്തെന്നും പറയും? സ്റ്റോർ കീപ്പിംഗ് എന്നും പറയും. പിന്നെ പറഞ്ഞത് എന്താ? ഇതില് താഴെ പറയുന്നുണ്ട് എന്ത്? സ്റ്റോർ കീപ്പിംഗ് എന്താന്നാ പറയുന്നത്. സ്റ്റോർ കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റോർ കീപ്പിംഗ് ഈസ് ദി ആസ്പെക്ട് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദി ഫിസിക്കൽ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്. For carrying the task of storekeeping, a separate store department under the charge of storekeeper is set up. അതിലെന്താ പറയുന്നത്? അപ്പം എന്താണ് സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത്? എന്താണ് ഒരു സ്റ്റോർ കീപ്പിംഗ് എന്നത്? നമ്മളെ മെറ്റീരിയൽസ്, അതായത് റോ മെറ്റീരിയൽസ്, അതിന്റെ പാർട്സ്, ടൂൾസ് ഒക്കെ എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ ഫിസിക്കലായിട്ട് സേഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് സേഫ് ചെയ്ത് വെക്കുക. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോർ കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് ആരാണ് ചെയ്യുന്നത്? അയാളെ നമ്മൾ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത് അയാളെ നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്റ്റോർ കീപ്പർ എന്ന് വിളിക്കാം. അപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകമായിട്ട് എന്തുണ്ടാവും? ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ആർക്കായിരിക്കാരം? ആ സ്റ്റോർ കീപ്പറിനായിരിക്കാരം. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോർ കീപ്പിംഗും സ്റ്റോർ കീപ്പറും. അപ്പൊ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് പറഞ്ഞ എന്താണ്? മെറ്റീരിയൽസ് നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോർ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോർ കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസും പാർട്സ്, ടൂൾസും ഒക്കെ എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ ഫിസിക്കൽ ആയിട്ട് സെക്യൂർ ആയിട്ടും എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോർ കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഇത് പ്രത്യേകമായിട്ടൊരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവരായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആർക്കായിരിക്കാരം? സ്റ്റോർ കീപ്പറിനായിരിക്കാരം. ഓക്കെ അല്ലേ? ഇനി പറയുന്നത് എന്താ? An efficient system of storekeeping should, അതായത് ഒരു സ്റ്റോർ കീപ്പിംഗ് സിസ്റ്റത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ എന്തൊക്കെയാ പറയുന്നത്? ഫസ്റ്റ് പറഞ്ഞതിൽ എൻഷുർ അൺഇൻറപ്റ്റഡ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് stores without delay to various production and services department of the organization. വെച്ചാല് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു എന്താ പറയാ, അൺറിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എറർ അല്ലെങ്കിൽ ഒരു എൻഡ് അങ്ങനെ സംഭവിക്കാതെ എന്ത് ചെയ്യുക? ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു അൺറിപ്റ്റഡ് അല്ലാതെ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? എത്തിച്ചേരുന്നുള്ളത് എന്ത് ചെയ്യുക? ഒരു ഉറപ്പാക്കണം. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നമ്മളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ മെറ്റീരിയൽസ് ഒരു തെറ്റും കൂടാതെ എത്തുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? ഉറപ്പാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ? പ്രിവെന്റ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ്. ഇത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായി അല്ലേ? ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും
നമ്മൾ എന്ത് ചെയ്യണം, ഓവർ സ്റ്റോക്കിങ്ങും പാടില്ല, അതുപോലെ തന്നെ അണ്ടർ സ്റ്റോക്കിങ്ങും പാടില്ല. ഓവർ സ്റ്റോക്കിംഗ് വന്നാൽ എന്ത് ചെയ്യും, നമ്മളെ ക്യാഷ് സ്റ്റക്ക് ആയി പോകും. അണ്ടർ സ്റ്റോക്കിംഗ് വന്നാൽ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ നിൽക്കുകയും ചെയ്യും. അപ്പോൾ പ്രിവെന്റ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ. ഓവർ സ്റ്റോക്കിംഗും അണ്ടർ സ്റ്റോക്കിംഗ് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. തേർഡ് പോയിന്റ് എന്താ, മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് സ്റ്റോറേജ്. സ്റ്റോറേജിന്റെ ചെലവുകൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം കുറക്കണം. പിന്നെ ഫോർത്ത് പോയിന്റ്, പ്രിവെന്റ് ആൾ കിഡ്സ് ഓഫ് സ്റ്റോർസ് ഫ്രം തെഫ്റ്റ്, ഡിറ്ററിയറേഷൻ, ഇവാപ്പറേഷൻ ആൻഡ് പിൽഫറേജ്. ഫോർത്ത് പോയിന്റ് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ മെറ്റീരിയൽസിന്റെ തെഫ്റ്റ്, അതുപോലെ തന്നെ പിൽഫറേജ്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചോർച്ചൊക്കെ ഉണ്ടല്ലേ, ഇപ്പം നമ്മൾ അറിയാതെ അതിൽ നിന്ന് ഒന്ന് മിസ്സായിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല, ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ നമ്മൾ മിസ്സായതാണ്, അപ്പൊ അതിന് നമ്മൾ ചോർച്ച എന്നൊക്കെ പറയും. അപ്പൊ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സേഫ് ചെയ്ത് വെക്കണം നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻഷുർ ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ സ്റ്റോറേജ് സ്പേസ് ആൻഡ് വർക്കേഴ്സ് എൻഗേജ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് സ്റ്റോർ കീപ്പിംഗ്. അതിലെന്താ പറയുന്നത്, സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള സ്പേസ് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞത്. പിന്നെ സിക്സ്ത് പോയിന്റ്, ഡെവലപ്പ് എ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദി മെറ്റീരിയൽ ഐറ്റംസ് ഇൻ ദി സ്റ്റോഴ്സ് ആൻഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അതായത് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള നെസസറി ഇൻഫർമേഷൻ, മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം, ആവശ്യ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം വേണം എന്നാണ് പറയുന്നത് എന്തില്, സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാല്. അപ്പം സിക്സ്ത് പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താ, ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഓഫ് സ്റ്റോർ കീപ്പിംഗ്. സ്റ്റോർ കീപ്പിംഗിന്റെ ഫങ്ഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞത് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് ആണ്. സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് എന്താന്ന് പറഞ്ഞു, അതിൽ സ്റ്റോർ കീപ്പിംഗ് എന്താന്ന് പറഞ്ഞു, ആരാണ് സ്റ്റോർ കീപ്പർ എന്നും പറഞ്ഞു. സ്റ്റോർ കീപ്പിംഗ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ആ ഡിപ്പാർട്ട്മെന്റ് റോൾ ഉള്ള ഒരു പേഴ്സൺ ആണ് ഇതെന്ന് പറയുന്നത് സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളാണ് അതിനായിട്ട് എൻഷുർ ചെയ്യേണ്ടതെന്നുള്ളതും പറഞ്ഞു. ഒരു 6 പോയിന്റ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാൻ വേണ്ടി പോണത് ഫങ്ഷൻസ് ഓഫ് സ്റ്റോർ കീപ്പിംഗ് ആണ്. സ്റ്റോർ കീപ്പിംഗിന്റെ ഫങ്ഷൻസ്, അതില് ഫസ്റ്റ് എന്താ പറയുന്നത്, റെസിപ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം ദി ഗുഡ്സ്, receipt of material from the goods receiving department and ensuring that every item of stores received by a storekeeper is duly supported by a indent, a purchase order, an inspection note and a goods received note. അപ്പം ഫസ്റ്റ് ഫംഗ്ഷനിൽ എന്താ പറയുന്നത്, റെസിപ്റ്റ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ നമ്മൾ റെസിപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം അല്ലെ. അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പൊ ഒരു റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, മെറ്റീരിയൽസ് സ്വീകരിക്കുകയാണ്. അപ്പൊ അതിൽ എന്ത് വേണമെന്നാ പറഞ്ഞത്, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, GRN ഷോർട്ട് ഫോം ആക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് അടിസ്ഥാനമാക്കി നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയൽസിനും പർച്ചേസ് ഓർഡർ, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, റിക്വസിഷൻ ഫോം തുടങ്ങിയ എല്ലാ ഫോമുകൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ്ലി അനലൈസ് ചെയ്തിട്ട് ശരിയാണോ എന്ന് ഉറപ്പാക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല്. അപ്പം റെസിപ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നിട്ട് നമ്മള് മെറ്റീരിയൽസ് അക്സെപ്റ്റ് ആക്കണം. അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് GRN എന്ന് പറഞ്ഞൊരു ഫോമിൽ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ഓരോ മെറ്റീരിയൽസിന്റെ പർച്ചേസ് ഓർഡറും, ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും, റിക്വസിഷൻ ഫോം തുടങ്ങിയ റെക്കോർഡൊക്കെ നമ്മൾ പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പാക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്, ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വെൻ ദി സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ റീച്ചസ് ദി റീഓർഡർ ലെവല്. അപ്പം ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ സ്റ്റോക്ക് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിക്വസിഷൻ കൊടുക്കണം. ഇപ്പൊ ഒരു മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് എന്ത് ചെയ്യണം, റീഓർഡർ ലെവൽ വരെ കുറയാന്നുണ്ടെങ്കിൽ ആ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യണം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സ്പെസിഫിക് മെറ്റീരിയൽ വാങ്ങാൻ എന്ത് ചെയ്യണം, ആവശ്യപ്പെടണം. അപ്പം ഇതിന് പർച്ചേസ് റിക്വസിഷൻ ഫോം ആണ് എന്ത് ചെയ്യണത്, ഉപയോഗിക്കുന്നത്. പർച്ചേസ് റിക്വസിഷൻ ഫോം നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊസീജിയർ ഓഫ് പർച്ചേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് കുറയുമ്പോൾ റിക്വസിഷൻ കൊടുക്കണം. അപ്പൊ ഒരു മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് റീഓർഡർ ലെവൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റോർ കീപ്പർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് ആ ഒരു സ്പെസിഫിക് മെറ്റീരിയൽ എന്ത് ചെയ്യാണ്,
വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇതിന് പർച്ചേസ് റിക്വസിഷൻ ഫോം ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആവശ്യം പറയാൻ വേണ്ടിയിട്ട് പർച്ചേസ് റിക്വസിഷൻ ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പെസിഫിക് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ് ഓഫ് റെസിപ്റ്റ്, issue and balance of all items of materials and check the bin card balances with the physical quantities in the bins. അപ്പം തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്, ഇപ്പം മെറ്റീരിയൽസിന്റെ റെസിപ്റ്റ്, ഇഷ്യൂ, അതുപോലെ തന്നെ ബാലൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഈ പറയുന്ന ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാ, റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് എന്ത് ചെയ്യണം, അവര് സൂക്ഷിച്ചു വെക്കണം. ഇതിനെന്ത് വഴിയാണ് നമ്മൾ ബിൻ കാർഡ് വഴിയോ അല്ലെങ്കിൽ സ്റ്റോർ ലെഡ്ജർ വഴിയോ ഒക്കെ എന്താണ് ഇത് നമ്മൾ ഇഷ്യൂ ചെയ്യണത്. ശരി, അപ്പൊ എന്താ പറയുക, തേർഡ് പോയിന്റ് പറഞ്ഞാല് നമ്മളെ മെറ്റീരിയൽസിന്റെ റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് എന്നിവയെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡ് എന്ത് ചെയ്യണം, അവര് ഇഷ്യൂ ചെയ്യണം. ഇത് എന്തിനാണ്, ബിൻ കാർഡ് വഴി അല്ലെങ്കിൽ സ്റ്റോർ ലെഡ്ജർ വഴി എന്താണ് ഇത് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പം മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞ്, ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, പ്ലേസിംഗ് ആൻഡ് അറേഞ്ചിങ് മെറ്റീരിയൽസ് റിസീവ്ഡ് അറ്റ് പ്രോപ്പർ ആൻഡ് അപ്രോപ്രിയേറ്റ് പ്ലേസസ് ആൻഡ് അദറിംഗ് ടു ദി ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റോർ കീപ്പിംഗ്. പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു മെറ്റീരിയൽസിനെ ശരിയായിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ എന്ത് ചെയ്യണം, സെക്യൂർ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് ഓരോ മെറ്റീരിയൽസിനും ഇപ്പോ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഫുഡ് ഐറ്റംസ് പറയുന്നുണ്ടെങ്കിൽ ചിലത് എന്ത് ചെയ്യണം, നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കേണ്ടതുണ്ടാവും. അതുപോലെ തന്നെ ചിലത് എന്തുണ്ടാവും, ഫ്രീസ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ ഓരോ സ്പെസിഫിക് ഐറ്റംസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് മെറ്റീരിയൽസിന് അനുസരിച്ചിട്ട് അവ എന്ത് ചെയ്യണം, സെക്യൂർ ചെയ്യാനൊരു പ്ലേസ് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പം എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് ആൻഡ് എ പ്ലേസ് ഫോർ എവറിത്തിങ്, അതാണ് ആ പറയുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റോർ കീപ്പിങ്ങിന്റെ ചുമതല വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് ആൻഡ് എ പ്ലേസ് ഫോർ എവറിത്തിങ്. ഇനി ഫിഫ്ത്ത് പോയിന്റ്, ഇഷ്യൂ സ്റ്റോർസ് അഗെയിൻസ്റ്റ് പ്രോപ്പർ authorization in right quantity of right specification and the right time. അപ്പോൾ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആവശ്യമുള്ളത് ആ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. ഇപ്പം ആവശ്യപ്പെട്ടപ്പം നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ, അതുപോലെ തന്നെ കറക്റ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് റൈറ്റ് സ്പെസിഫിക്കേഷൻ അറ്റ് ദി റൈറ്റ് ടൈം. റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് സ്പെസിഫിക്കേഷൻസിലുള്ള, അതുപോലെ തന്നെ റൈറ്റ് ടൈമിലായിരിക്കണം നമ്മൾ ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് എന്ത് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ആവശ്യപ്പെടുകയെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ക്വാണ്ടിറ്റിയിലും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷനിലും റൈറ്റ് ടൈമിലും അവർ ആ ചോദിച്ച ആ ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ, ഇത്ര ടൈം പീരീഡിനുള്ളിൽ ഞങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ഇത് മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്യേണ്ടി വരിക. അതിൽ പറയുന്നില്ലേ, ഇഷ്യൂ സ്റ്റോർസ് അഗെയിൻസ്റ്റ് പ്രോപ്പർ authorization in the right quantity of right specification at the right time. ഇനി സിക്സ്ത് പോയിന്റ്, മിനിമൈസിങ് ദി സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കോസ്റ്റ്. അതായത് നമ്മുടെ സ്റ്റോറേജിന്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ കുറക്കണം. ഇപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ യൂസേജ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ടൊരു കൺട്രോള് വേണം. അതിന് ഇത്ര കോസ്റ്റേ പാടൂ, ഇതിൽ കൂടാൻ പാടില്ല, അങ്ങനെ ഒരു കൺട്രോള് എന്ത് ചെയ്യണം, വേണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കോസ്റ്റ് കുറക്കാൻ പറ്റൂ. ഇത് ആരാണ് ചെയ്യേണ്ടത്, സ്റ്റോർ കീപ്പർ ആണ് ഇത് ചെയ്യേണ്ടത്. അതാണ് സിക്സ്ത് പോയിന്റ്. സെവൻത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻഷുറിംഗ് ദാറ്റ് ദിസ്
stocks neither exceed the maximum level nor go below the minimum level at any point of time. സെവൻത് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പൊ ഓരോ മെറ്റീരിയൽസിനും മിനിമം മാക്സിമം റീഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ലെവൽ ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യണം, അതൊക്കെ നിശ്ചയിച്ച് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്ക് നിലനിർത്താനായിട്ട് ചെയ്യണം. അതാണ് സെവൻത് പോയിന്റ്. എയ്ത്ത് പോയിന്റ്, പ്രിവെന്റിംഗ് ദി എൻട്രി ഓഫ് ഓതറൈസ്ഡ് പേഴ്സൺ ഇൻ ടു ദി സ്റ്റോർസ്. എയ്ത്തില് പറഞ്ഞാല് സ്റ്റോറിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പം ഒരു അൺറെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ആരും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ പ്രവേശിക്കാൻ പാടില്ല. അതിനാൽ ഒരു എന്തുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ലിമിറ്റ് കടന്നിട്ട് ആരും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു സ്റ്റോറിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല. നയൻത്ത് പോയിന്റ്, കോർഡിനേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് ഇൻ ദി സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റോറിലുള്ള സ്റ്റാഫിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കോർഡിനേറ്റും ചെയ്യണം. അപ്പം സ്റ്റോറിൽ മറ്റു കുറെ വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ ആക്ടിവിറ്റി എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിരീക്ഷിച്ച് അവർക്ക് ടൈംലി ആയിട്ടുള്ളൊരു ഡിസിഷൻസ് എടുക്കാൻ എന്ത് ചെയ്യണം, ടൈം കൊടുക്കണം. അവർക്ക് അവരുടേതായ ഒരു ഡിസിഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ അറിയണം. അതിനായിട്ട് ഒരു ടൈം, ഒരു സ്പെസിഫിക് ടൈം ഓഫ് പീരീഡ് അവർക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. അതാണ് നയൻത്ത് പോയിന്റ്. ടെൻത്ത് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് ഔട്ട് എ റെഗുലർ റിവ്യൂ ഓഫ് ദി ഐറ്റംസ് ഓഫ് സ്റ്റോർസ് ഇൻ ഹാൻഡ് ഫോർ ലൊക്കേറ്റിംഗ് സ്ലോ മൂവിംഗ് ആൻഡ് നോൺ മൂവിംഗ് ഐറ്റംസ് so that the necessary steps may be taken for their disposal before they become obsolete. ടെൻത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് അതിലെന്താ പറയുന്നത്, നോൺ മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് ഐറ്റംസ്. അതായത് ഒരു മൂവിങ്ങും ഇല്ല, കാരണം ഒരു കസ്റ്റമേഴ്സ് അത് വാങ്ങി പോകുന്നില്ല, അത് സ്റ്റോറിൽ നിന്ന് ഒഴിവാകുന്നില്ല. അപ്പൊ ഒരു മൂവിങ്ങും ഇല്ലാത്തൊരു ഗുഡ്സ് ഉണ്ടാവും. അതെന്തായിട്ടുണ്ടാവും, ഇരുന്ന് അതൊരു പഴകിയിട്ടുണ്ടാവും. ഒരു എന്താ പറയാ, ഒരു ചില മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ എന്ത് ചെയ്യണം, കിടക്കുന്നുണ്ടാവൂലേ. അപ്പൊ അതെന്ത് ചെയ്യണം, അവ സ്ലോ മൂവിങ് അല്ലെങ്കിൽ നോൺ മൂവിങ് ഐറ്റംസ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുക, കണക്ക് കൂട്ടാം. ഇനിയിപ്പോ അത് കൂടുതൽ പഴകണതിനനുസരിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഓൾഡ് ആവണതിനനുസരിച്ച് അത് എന്ത് ചെയ്യണം, അതിന് മുമ്പായിട്ട് അത് എന്ത് ചെയ്യണം, ആ സ്റ്റോറിൽ നിന്ന് അത് മാറ്റണം എന്നുള്ള കാര്യങ്ങളാണ് ടെൻത്തിൽ പറയുന്നത്. ഇനിയിപ്പോ ഒന്ന് ബ്രീഫാക്കി പറയാന്നുണ്ടെങ്കിൽ എന്താ, സ്റ്റോർ കീപ്പറിന്റെ ജോബ് എന്ന് പറയുന്നത് മെറ്റീരിയൽസിന്റെ സെക്യൂർ ആയിട്ട് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ ഒരു എറർ വരാതെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അതാണ് എന്തെന്ന് പറഞ്ഞാല് നമ്മളെ സ്റ്റോർ കീപ്പിങ്ങിന്റെ ഫങ്ഷൻസ് ഒന്ന് ബ്രീഫാക്കി പറയാന്നുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? ദെൻ പിന്നെ പറയുന്നത് ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട് ഓഫ് സ്റ്റോർസ്. എന്താ പറയുന്നത്, സ്റ്റോറിന്റെ ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ, ദ ലൊക്കേഷൻ ഓഫ് സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി അണ്ടർടേക്കൺ വെരി കെയർഫുള്ളി. നമ്മളൊരു സ്പെസിഫിക് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് അതിൽ നല്ല കെയർഫുൾ ആയിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു സ്പെസിഫിക് പ്ലേസിൽ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്, ഒരു മെറ്റീരിയൽ നമുക്ക് ആ ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് പെട്ടെന്ന് അത് കൊണ്ടുപോകാനായിട്ട് കഴിയുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദി മാനേജ്മെന്റ് ഷുഡ് കീപ് ഇൻ മൈൻഡ് വേരിയസ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ബിഫോർ സെലക്ടിങ് പ്രോപ്പർ സൈറ്റ്. എന്താ പറഞ്ഞത്, മാനേജ്മെന്റ് ഒരു കൺസിഡറേഷൻ, ഒരു പ്രോപ്പർ സൈറ്റ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ഒരു കൺസിഡറേഷൻ വേണം.
It should be close to the receiving department so that the transportation charge can be minimized. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനുമായിട്ട് എടുത്താന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്താണ് കുറവായിരിക്കും. അറ്റ് ദി സെയിം ടൈം ദർ ഷുഡ് ബി ആൻ ഈസി ആക്സസ് ടു ആൾ അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഫാക്ടറി, റോഡ്സ്, റെയിൽവേ, സൈഡിങ് ആൻഡ് വർക്ക്സ്. അതായത് എടുത്താന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കോസ്റ്റ് കുറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിന് എന്തായിരിക്കണം, അടുത്തായിരിക്കണം. പിന്നെന്താ, അതുപോലെ ബാക്കി കുറെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞില്ല, ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് എത്തിക്കാൻ എളുപ്പമായിരിക്കും. അതാണ് അതിന് എന്താണ് ഇപ്പൊ നമ്മള് കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയാ ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്, വൈറ്റൽ ഇമ്പോർട്ടൻറ്റ്. റോഡ്, റെയിൽവേ, അതുപോലെ തന്നെ പിന്നെന്താ, റോഡ്, റെയിൽവേ, സൈഡിങ് ആൻഡ് വാഫ്. റോഡ്, റെയിൽവേ എന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ അവിടെ ഉണ്ടോ, ആ ഒരു നമ്മളിപ്പോ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സൈറ്റില് നമുക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ റെയിൽവേ ഉണ്ടോ, പിന്നെ നമുക്ക് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലൊക്കേഷൻ സൈറ്റില് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഒരു ടെക്സ്റ്റൈൽസിൽ ഇപ്പം മെറ്റീരിയൽസ് വരുമ്പോൾ അത് മെയിൻ ഗേറ്റ് വഴിയായിരിക്കാൻ എന്ത് ചെയ്യണത്, മെയിൻ ഗേറ്റിന്റെ അവിടെ ആയിരിക്കാൻ നമ്മളെ സ്റ്റോർ ഉണ്ടാവുന്നത്. അപ്പം ഡെലിവറി സമയത്ത് എന്ത് ചെയ്യും, ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും എന്തായിരിക്കാരം സമയം നമുക്ക് കുറവേൽക്കാരം. നമുക്ക് പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അതാണ് എക്സാമ്പിള്. പിന്നെന്താ പറഞ്ഞിട്ട്, ലേ ഔട്ട് അല്ലേ. ലേ ഔട്ടിനെ കുറിച്ചിട്ടാണ് പിന്നെ പറയുന്നത്. പ്രോപ്പർ ലേ ഔട്ട് ഓഫ് സ്റ്റോഴ്സ് ഈസ് ആൾസോ vital important. Layout refers to the internal arrangement or placement of materials inside the stores. It aims at effective utilization of space available for storage of materials. The storage should be divided into rack, which should be subdivided into small spaces. അപ്പം ലേഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ലേഔട്ട് എന്ന് പറയുന്നത് സ്റ്റോറിന്റെ അകത്തുള്ള വസ്തുക്കൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്, ലേഔട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മള് പിക്കൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൊളേജ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ കാണിക്കുമല്ലോ പലതരത്തിലുള്ള ലേഔട്ടുകൾ. ലേഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ക്വയർ രൂപത്തില് അല്ലെങ്കിൽ 4 സ്ക്വയർ അങ്ങനെയൊക്കെ ആയിട്ട് സബ് ഡിവൈഡഡ് പാർട്ട് ആയിരിക്കാറല്ലോ. അതേ ഒരു ലേഔട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലേഔട്ട് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോറിന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസിന് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതിന് കാണിക്കാനാണ് എന്തെന്ന് പറയുന്നത്, ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ലേഔട്ട് എങ്ങനെ വേണമെന്നാണ് ഇപ്പൊ അതിൽ പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബിന്നുകളാക്കി തിരിക്കണം. ബിന്ന് എന്ന് പറഞ്ഞാല് ഇതിൽ പറയുന്നുണ്ട്, സ്പേസ് ഇത് കണ്ടോ, ഡിവൈഡ് ഇൻ ടു സ്മാൾ സ്പേസസ്, ആൾ ദീസ് സ്പേസ് ആർ നൗൺ ആസ് ബിൻസ്. അതായത് ആദ്യം ഒരു റാക്ക് ഉണ്ടാവും, ആ റാക്കിന് നമ്മൾ എന്ത് ചെയ്യും, സബ് ഡിവൈഡഡ് ഇൻ ടു സ്മാൾ സ്പേസസ്. അതിന് നമ്മൾ സ്മാൾ സ്പേസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡഡ് ചെയ്യും. അതിനാണ് എന്തെന്ന് പറയുന്നത്, ബിന്ന് എന്ന് പറയുന്നത്. അപ്പം ഓരോ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ബിന്നുകളായിരിക്കണം. എന്നിട്ട് ഓരോ ബിന്നിനും എന്ത് ചെയ്യണം, റോ, അതുപോലെ തന്നെ നമ്പർ, കോഡ്, ലാബില് അതൊക്കെ എന്ത് ചെയ്യണം, വേണം. അപ്പോൾ ഫോർ എവറി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഈസ് എ ബിൻ അലോട്ടഡ്. ആൾ ബിൻസ് ഷുഡ് ബി സീരിയലി നമ്പേർഡ്. അതിന് എന്തുണ്ടായിരിക്കണം, ഒരു നമ്പർ ഉണ്ടായിട്ടുണ്ടാവണം. പിന്നെന്താ പറയുന്നത്, ദ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി equipped with rack, shelves, boxes, crates, barrel, drums, cylinders and other receptacles for storing the different items. അതിലെന്താ പറയുക വെച്ചാൽ, ഇപ്പൊ റാക്കുകളായിട്ട് അല്ലെങ്കിൽ ഷെൽഫായിട്ട് ഡ്രംസ് ബോക്സുകൾ അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് എന്തായിരിക്കണം, നമ്മളെ മെറ്റീരിയൽസിനെ ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ ക്രമീകരിക്കണം. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് അതില്, arranged in such a way to make the
മൂവ്മെന്റ് ട്രാക്ക് പിന്നെ എന്താ പറയുന്നത് വെച്ചാല് ഇപ്പം നമ്മളെ മെറ്റീരിയൽസിന്റെ മൂവ്മെന്റിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മോഷൻ പാത്ത്, അതായത് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. പിന്നെ ഒരു ലേഔട്ടിനെ നമ്മള് എങ്ങനെയാണ് ആ ലേഔട്ട് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവിടെ എന്താ പറയുന്നത്? അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ. അതിനിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുമ്പോ എന്താ പറയാ, നമ്മള് മൂവ്മെന്റ് പാത്ത് പറഞ്ഞല്ലോ. മൂവ്മെന്റ് പാത്ത് പറഞ്ഞത് എന്തായിരുന്നു? മൂവ്മെന്റ് പാത്ത് പറയുമ്പോൾ ലിഫ്റ്റുകൾ, അതുപോലെ തന്നെ ട്രോളി, പിന്നെ എന്താ പറയാ, ലിഫ്റ്റ്, ട്രോളി അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു നമ്മളെ മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു സ്പെയർ പാർട്സിന്റെ സ്റ്റോറില് ബോൾട്ടുകൾ എന്ത് ചെയ്യണം? ബോൾട്ട് പറഞ്ഞാൽ അറിയില്ലേ? മറ്റേ ചെറിയ ചെറിയ ബോൾട്ട് ഉണ്ടാവുമല്ലോ, ആ ബോൾട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോ റാക്ക്, ഒരുപാട് റാക്ക് ഉണ്ടാവും. അതിൽ റാക്ക് എയിൽ നമ്മൾ എന്ത് കൊടുത്തു? ബോൾട്ട് കൊടുത്തു. നട്സ് നമ്മൾ റാക്ക് ബിയിൽ കൊടുത്തു. പിന്നെ മോട്ടോർ പാർട്സിന്റെ റാക്ക് എന്തെല്ലാം കൊടുക്കുന്നത്? സീലാണ് കൊടുക്കുന്നത്. അപ്പൊ എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ക്രമീകരിച്ച് വെക്കാണ്. പിന്നെ ബിൻ A12 പറയുമ്പോൾ 10 mm ബോൾട്ട്, അതുപോലെ തന്നെ ബിൻ A30 പറയുമ്പോൾ, അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഐഡന്റിഫൈ ചെയ്തിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? അതിന്റെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ സ്റ്റോർ ചെയ്തു. പിന്നത്തേതില് ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ബോൾട്ട്, റാക്ക് എയില് ബോൾട്ടുകൾ വെച്ചു, റാക്ക് ബിയില് നട്സ് വെച്ച്, അത് പിന്നെ റാക്ക് സിയില് മോട്ടറിന്റെ പാർട്സാ വെച്ചത്. പിന്നെ എന്താ ചെയ്തത്? A12 എന്താ വെച്ചത്? 10 mm ബോൾട്ടും, A13 12 mm ബോൾട്ടും, അങ്ങനെ ആക്കിയിട്ട് അതിന്റെ സൈസ് അനുസരിച്ചിട്ട് അതിനെ എന്ത് ചെയ്ത്? കാറ്റഗറൈസ് ചെയ്ത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് എന്ത് എഫിഷ്യന്റ് ആയിട്ട് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഇനി എന്താ പറഞ്ഞത്? ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് ഓഫ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു. അത് ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പം നമ്മളെ സ്റ്റോർ എവിടെ ആയിരിക്കണം നമ്മൾ തീരുമാനിക്കുക. അതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറക്കാനൊക്കെ ആയിട്ടൊരു നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ലൊക്കേഷന്റെ പർപ്പസിൽ പറയുന്നത്. പിന്നെ ലേഔട്ട് എന്ന് പറയുമ്പോൾ സ്റ്റോറിന്റെ ഉള്ളിലുള്ള അറേഞ്ച്മെന്റ്സ്, മെറ്റീരിയൽസ് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ അത് പെട്ടെന്ന് നമുക്ക് ഇഷ്യൂ ചെയ്യാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ലേഔട്ടിൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ബിന്ന് പറഞ്ഞിരുന്നില്ല, നമ്മള് ബിന്ന് അടുത്ത യൂണിറ്റിലും വരുന്നുണ്ട്, ബിൻ കാർഡ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ ബിന്ന് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, നമ്മളൊരു മെറ്റീരിയൽസിനെ സെക്യൂർ ആക്കിയിട്ട് വെക്കുന്ന ചെറിയ പാർട്ടീഷൻ ഉള്ള ഒരു ചെറിയ പാർട്ടീഷൻ ആക്കിയിട്ട് ഒരു ഷെൽഫ് ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിന്ന് എന്ന് പറയുന്നത്. ഇത് അല്ലെങ്കിൽ റാക്ക്, ഷെൽഫ്, ബോക്സ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പറയാം. നമ്മളിപ്പോ ഓരോ ബിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ബിന്നും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഒരു ബിന്നിൽ തന്നെ രണ്ട് തരത്തിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യുക? ഹെൽപ്ഫുൾ ആവൂല. അപ്പം ഓരോ ബിന്നും അതിനനുസരിച്ചിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാന്? ഓരോ ബിന്നിനും ഓരോ പ്രൊഡക്റ്റ് വേണം നമ്മൾ വെക്കാനായിട്ട്. പിന്നെന്താ പറയുന്നത്? ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് അല്ലെ? ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. അപ്പം അതെന്താ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്, all items in store are made issuance to various production departments. The procedure for the issue of materials is normally laid down by the management. ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പിംഗ് പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽസിന്റെ നമുക്ക് ശരിയായിട്ടുള്ള ആവശ്യമുള്ള ഇപ്പൊ മെറ്റീരിയൽസ് ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ
കറക്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ the storekeeper should not issue the materials unless a properly authorized material requisition is presented to him. The requisition prepared by foreman or the head of department. ഇപ്പൊ ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ. ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, മെറ്റീരിയൽ റിക്വസിഷൻ ആണ്. അവിടെ കണ്ടില്ലേ, സെക്കൻഡ് പാരയിൽ സെക്കൻഡ് ലൈൻ മെറ്റീരിയൽ റിക്വസിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു, നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ആവശ്യമുണ്ട്, ആ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു ഫോം പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതില് മെറ്റീരിയൽ റിക്വസിഷനിൽ പറയുമ്പോൾ ഒരു സ്റ്റോർ കീപ്പർ മെറ്റീരിയൽസിന്റെ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് മെറ്റീരിയലിന്റെ റിക്വസിഷൻ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. പിന്നെ അത് ആരാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ഫോർമാന് അല്ലെങ്കിൽ എന്താ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഇത് എന്തെന്നത് പ്രിപ്പയർ ചെയ്യണത്. പിന്നെ എന്താ പറയുന്നത് അതില്, ഇത് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദി തേർഡ് കോപ്പി ഈസ് റിട്ടേൺഡ് ബൈ 3 കോപ്പി ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യണത്. ഏത് മെറ്റീരിയൽ റിക്വസിഷൻ 3 കോപ്പികളാണ്. ഫസ്റ്റ് കോപ്പി എന്ന് പറയുമ്പോൾ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിലേക്ക്, പിന്നെ ഫസ്റ്റ് 2 കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിലേക്കും തേർഡ് കോപ്പി എന്ത് ചെയ്യണം, റിക്വസിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ ഇൻക്ലൂഡ് ആവേണ്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ് വേണം, ക്വാണ്ടിറ്റി വേണം, മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷൻ, ജോബ് ഓർഡർ, സിഗ്നേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവണം. അതാണ് അവിടെ പറയുന്നത്. കണ്ടോ, 2 copies are sent to store department and the third copy is returned by the requisition department for his own references. ഇനി on the receipt of the material requisition, the storekeeper issue the necessary materials against the signature of the person received the material. One of the copy of the material requisition is used by the storekeeper for making the necessary entries in bin cards. ഇപ്പം സ്റ്റോർ കീപ്പർ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ റിക്വസിഷന്റെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലും അതുപോലെ തന്നെ ഫീച്ചറിലും അതുപോലെ തന്നെ ടൈമിലൊക്കെ എന്ത് ചെയ്യുന്നത്, അത് ഇഷ്യൂ ചെയ്യാണ്. അത് പിന്നെ ബിൻ കാർഡിലും അതുപോലെ തന്നെ സ്റ്റോറേജിലും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റില് വെൽഡിംഗ് റോഡ്സ് ഉണ്ടാവുമല്ലോ, അതിൽ ആവശ്യപ്പെട്ട വെൽഡിംഗ് റോഡ്സിന് വേണ്ടി നമ്മൾ നീഡ് പറയണം, നമുക്ക് ഇന്ന വെൽഡിംഗ് റോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ MR ഉപയോഗിച്ച്, MR മീൻസ് മെറ്റീരിയൽ റിക്വസിഷൻ, MR ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റോർ കീപ്പറിന് എന്ത് പറയാണ്, സ്റ്റോർ കീപ്പർക്ക് നമ്മളിത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഇന്ന ഒരു വെൽഡിംഗ് റോഡ്സ് എന്താണ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ MR ഉപയോഗിച്ചിട്ട് സ്റ്റോർ കീപ്പർക്ക് നമ്മൾ കൊടുത്തു. അപ്പം ആ ഒരു റിക്വസിഷൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു വെൽഡിംഗ് റോഡ്സ് അല്ലെങ്കിൽ ഏത് സ്പെസിഫിക് പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, തിരിച്ചു തരിക. ഇനി മെറ്റീരിയൽ റിക്വസിഷൻ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതാണ് പിന്നെ മെറ്റീരിയൽ റിക്വസിഷൻ എന്താന്ന് പിന്നെയും പറയാത്തത്, ഇതാണ് അതിന്റെ ഫോം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ പിന്നെയും കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതാണ് മെറ്റീരിയൽ റിക്വസിഷന്റെ ഫോം എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റും ജോബ് നമ്പറും സീരിയൽ നമ്പറും ഡേറ്റും എല്ലാം കൊടുത്തിട്ട് ഒരു ഫോം. ഇതിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം, അതിന്റെ കോഡ് നമ്പർ കൊടുക്കണം, എത്ര എമൗണ്ടിലാണ്, അതെല്ലാം അതിൽ എന്ത് ചെയ്യണം, നമ്മള് റെക്കോർഡ് ചെയ്യണം. മെറ്റീരിയൽ റിക്വസിഷൻ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറഞ്ഞാല് ഒരു റെക്കോർഡ്, അത് ഒരു സ്റ്റോർ കീപ്പർ നമ്മളൊരു സ്റ്റോർ കീപ്പറിലേക്ക് അയക്കുന്ന ഒരു തരം ഓതറൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത്, മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറയുന്നത്. ഇതില് റേറ്റ് അതുപോലെ തന്നെ എമൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, വെരിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ നെക്സ്റ്റ് പറയുന്നത്
ബിൽ ഓഫ് മെറ്റീരിയൽ ആണല്ലേ. ബിൽ ഓഫ് മെറ്റീരിയൽ. ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഹെഡിങ്ങിൽ തന്നെ ഇല്ലേ ബിൽ ഓഫ് മെറ്റീരിയൽ. ഇതെന്താ? മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് കൺസിഡറബിളി ഇൻക്രീസസ് ദി വർക്ക് ലോഡ് both in the production department and the store department. Production may be delayed if requirements are not submitted in time or if the materials are not available in stock. എന്താ വെച്ചാല് ഇപ്പം ഓരോ ജോബ് അല്ലെങ്കിൽ വർക്ക് ഓർഡർ നമ്മള് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഇപ്പൊ ഒരു വർക്ക് ഓർഡർ ഉണ്ട്, ഒരു ജോബിന്റെ വർക്ക് നമ്മൾ എന്ത് ചെയ്യാനാണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിന്റെയും ഒരു ലിസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ മെറ്റീരിയൽസും പറയുമ്പോൾ എന്തൊക്കെയാ റോ മെറ്റീരിയലും പാർട്ടും കമ്പോണൻസും ഒക്കെ എന്ത് ചെയ്യും അതിൽ ഇൻക്ലൂഡ് ആവും. അപ്പം ഒരു ജോബ് നമ്മള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിന്റെയും ലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് BOM അല്ലെങ്കിൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് അവര് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ജോബ് ഓർഡർ കിട്ടുമ്പോൾ തന്നെ ഈ ജോബിന് വേണ്ട മെറ്റീരിയൽസ് എന്ത് ചെയ്യും? ജോബിന് വേണ്ട മെറ്റീരിയൽസ് എന്ന നിലയിൽ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വെക്കും. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അവർക്ക് ആവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളത് അവർ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഇപ്പൊ ബിൽ ഓഫ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? എന്തിനാണ് നമ്മളിപ്പോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? അപ്പം എന്താ പറയുന്ന ഓരോ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരുപാട് റിക്വസിഷൻ ഫോം എന്ത് ചെയ്യും ആവശ്യപ്പെടുമ്പോൾ അതെല്ലാം എന്തിൽ ഉൾപ്പെടുത്തിയാൽ മതി? ഒറ്റ BOM-ൽ ഉൾപ്പെടുത്തിയാൽ മതി. ഒരുപാട് റിക്വസിഷൻ ഫോം ഉണ്ടാവും. ആ ഫോമുകളെല്ലാം ഒരൊറ്റ BOM-ൽ എന്ത് ചെയ്യും ഇൻക്ലൂഡ് ആവും. അപ്പൊ അത് നമുക്ക് എന്താണ് ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ടൈമിന്റെ കാര്യം പറയുമ്പോൾ അപ്പൊ ഒരു സ്റ്റോറിലെ മെറ്റീരിയൽസിന് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേറെ വേറെ ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം ചെലവാകും. അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്? ടൈം കുറവാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ കോസ്റ്റ് എന്താണ്? കുറവാണ്. ഇതിന്റെ കാര്യം പറയുമ്പോൾ കോസ്റ്റ് അധികമല്ല, കോസ്റ്റ് കുറവ് തന്നെയാണ്. അപ്പം ഓരോ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതിന്റെ എല്ലാ തരം കോസ്റ്റുകൾ എന്താണ് കുറവാണ്. പിന്നെ നമ്മളെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോവും. അതിനൊരു എററോ അല്ലെങ്കിൽ ഒരു എൻഡിങ്ങോ നടക്കാതെ പ്രൊഡക്ഷൻ നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യും മുമ്പോട്ട് പോകും, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകും. പ്രൊഡക്ഷന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോർ കീപ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം അറിയാനായിട്ട് മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പം നിനക്ക് ഈ ജോബിന് ഇങ്ങനെയുള്ള വസ്തു വേണം, അല്ലെങ്കിൽ നിനക്ക് ഈ ജോബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിലേ ഈ ഒരു ജോബ് ചെയ്യാൻ പറ്റൂ. അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ഷർട്ട് അതിന്റെ ഒരു ഷർട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു ജോബില്ലേ, അതിനൊരു ഓർഡർ ലഭിച്ചപ്പോൾ, ജോബ് ഓർഡർ കിട്ടിയപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ നമ്മൾ എങ്ങനെ തയ്യാറാക്കും? അതിന്റെ ഫാബ്രിക് ഇപ്പം എത്ര വരും? ഒരു 2 മീറ്റർ. അതുപോലെ തന്നെ ത്രെഡ് ഒരു 50 മീറ്റർ, ബട്ടൺസ് 5, അങ്ങനെയൊക്കെ ആയിട്ട് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ചേ അതിൽ ഇൻക്ലൂഡ് ആവുന്നുള്ളെങ്കിലും പക്ഷേ ഓവറോൾ ഡീറ്റെയിൽസ് എന്തിലുണ്ടാവും? ബിൽ ഓഫ് മെറ്റീരിയൽസിൽ ഉണ്ടാവും. ഇനിയിപ്പോ ഒന്ന് ഷോർട്ട് ആക്കി പറയാന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് ഓരോ ജോബിന്റെയും എല്ലാ നീഡ്സും എല്ലാ ആവശ്യങ്ങളും നമ്മൾ ഒരുമിച്ച് ലിസ്റ്റ് ചെയ്തിട്ട് അത് എഫിഷ്യന്റ് ആയിട്ടും അതുപോലെ തന്നെ കോസ്റ്റ് മാനേജ് ചെയ്തിട്ടും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി അതില് പിന്നെ പറയുന്നത് എന്താണ്? പർപ്പസ് പറയുന്നുണ്ട് അല്ലെ. ബിൽ ഓഫ് മെറ്റീരിയലിന്റെ പർപ്പസ് പറയുന്നുണ്ട്, ഒരു 6th പോയിന്റ് പറയുന്നുണ്ട് അല്ലെ.
അപ്പൊ 6th പോയിന്റ് ഒരു പർപ്പസ് പറയുന്നുണ്ട്. ആ പർപ്പസ് എന്താന്ന് വെച്ചാൽ ഇത് ക്ലറിക്കൽ വർക്ക് ഇൻവോൾവ് ഇൻ പ്രിപ്പയറിംഗ് എ നമ്പർ ഓഫ് പ്രിപ്പോസിഷൻ ഈസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ് ആൻഡ് ദർ ഈസ് എക്കണോമി ഇൻ ദി യൂസ് ഓഫ് സ്റ്റേഷനറി. അപ്പം ഒരേ ജോബിനുള്ള ഒരുപാട് മെറ്റീരിയൽ റിക്വസിഷൻ എന്തില്ല, സ്ലിപ്പുകൾ എഴുതാൻ ഒരേ ജോബിന് വേണ്ടി നമ്മൾ ഒരുപാട് റിക്വസിഷൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. അതിനെല്ലാം കൂടി ഒരൊറ്റ BOM മാത്രം മതി. അപ്പം ആ ഒരൊറ്റ BOM തന്നെ എന്തുണ്ടാവും, എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ആ ഒരൊറ്റ BOM ഉണ്ടാവും. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഷർട്ട് മേക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫാബ്രിക്കും അതുപോലെ തന്നെ ത്രെഡ്സും ബട്ടൺസും എല്ലാം ഒരു ബിൽ ഓഫ് മെറ്റീരിയലിൽ എന്തായിട്ടുണ്ട്, ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, സ്റ്റാഫിന്റെ സമയം എന്താണ്, സ്റ്റാഫിന് അവരുടെ സമയം എന്തായി കിട്ടും, ലാഭമായിട്ട് കിട്ടും. സ്റ്റേഷനറിന്റെ ഉപയോഗം എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. അപ്പൊ അത് നമ്മളെ ഡിപ്പാർട്ട്മെന്റിന് എന്താവും, ഒരു പ്രോഫിറ്റബിൾ ആവും. പിന്നെ സെക്കൻഡില് the cost of transportation involved in receiving the required quantity of every type of material. സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാല് ട്രാൻസ്പോർട്ടേഷന്റെ ചെലവ് എന്തായിരിക്കാരം, കുറവേയിരിക്കാരം. അപ്പം ഒരു ജോബിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഒറ്റ തവണ നമ്മൾ എന്ത് ചെയ്താൽ മതി, ട്രാൻസ്പോർട്ട് ചെയ്താൽ മതി. വേറെ വേറെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരില്ല, ട്രാൻസ്പോർട്ട് വരില്ല. കാരണം നമ്മളെ മറ്റേ പർച്ചേസ് റിക്വസിഷൻ പറയുമ്പോൾ ഓരോന്നിനും ഓരോന്നായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഫാബ്രിക്കിനായിട്ടൊന്ന്, പിന്നെ അതുപോലെ തന്നെ ത്രെഡ്സിനായിട്ടൊന്ന്. ഇത് പക്ഷേ ബിൽ ഓഫ് മെറ്റീരിയൽ പറയുമ്പോൾ എല്ലാതും കൂടി ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്താണ്, കുറവാണ്. ഓരോന്നിനും നമ്മൾ ഓരോന്നായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സെർവ്സ് ആൻ അഡ്വാൻസ് ഇന്റിമേഷൻ ടു ദി സ്റ്റോർ കീപ്പർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓതറൈസേഷൻ ഫോർ ദി ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ കീപ്പറിന് എന്ത് ചെയ്യുന്നുണ്ട്, മുൻകൂട്ടിയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, ഒരു അറിയിപ്പ് കിട്ടുന്നുണ്ട്, ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. എന്ത് BOM കിട്ടുമ്പോൾ തന്നെ സ്റ്റോർ കീപ്പറിന് അറിയാം ഇത് ഈ ജോബിന് ഇപ്പൊ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയുള്ള ജോബിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്നുള്ളത് ആർക്കറിയാം, സ്റ്റോർ കീപ്പർക്ക് അറിയാം ഒരു BOM കിട്ടുമ്പോൾ തന്നെ. അപ്പൊ നമ്മുടെ ഷർട്ടിന്റെ കേസ് പറയുമ്പോൾ തന്നെ ആ ഒരു BOM 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ഫാബ്രിക്കും പിന്നെ ത്രെഡ്സും പിന്നെ ബട്ടൺസും ആണ്. അപ്പൊ അതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു സ്റ്റോർ കീപ്പറിന് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്ത്, ഇതൊരു ഷർട്ടിന് വേണ്ടിയിട്ട് ഇപ്പതാണ്. അപ്പൊ അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. അതിലൂടെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ഒരു സ്റ്റോർ കീപ്പറിന് മുൻകൂട്ടിയിട്ട് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. പിന്നെ ഫോർത്ത് പോയിന്റ്, ഇറ്റ് മേ also be used as an authorization for procurement of materials if these not available in stock. സ്റ്റോക്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്കിൽ ഇല്ലാത്ത സ്പെസിഫിക് ഐറ്റംസ് നമുക്ക് BOM-നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ബിൽ ഓഫ് മെറ്റീരിയൽസ് സ്റ്റോറിൽ ഇല്ലാത്ത മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പർച്ചേസ് റിക്വസ്റ്റ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ BOM തന്നെ ഓതറൈസേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അതായത് സ്റ്റോക്കിൽ ഇല്ലാത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ അത് BOM-ൽ ഉൾപ്പെടുത്താനും നമുക്ക് പറ്റും. ഇപ്പൊ ഷർട്ടിന്റെ കേസ് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഇൻവോൾവ് ആവാത്ത എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മെറ്റീരിയൽസ് നമ്മൾ അതിൽ BOM-ൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അത് സ്റ്റോക്കിൽ ഇല്ലെങ്കിൽ നമുക്ക് BOM-ൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നാണ് ഫോർത്ത് പോയിന്റ് പറഞ്ഞത്. ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞാൽ ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് എ ബിയാസ് ഫോർ പാസിംഗ് അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദി സ്റ്റോഴ്സ് ലെഡ്ജർ. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് സ്റ്റോർ ലെഡ്ജറിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാൽക്കുലേഷൻസ് എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ BOM-ലുള്ള ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അക്കൗണ്ടിങ് എൻട്രികൾ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ കഴിയും. അതുപോലെ തന്നെ സ്റ്റോർ ലെഡ്ജറിൽ കുറഞ്ഞതും അതുപോലെ തന്നെ ഒരു എന്താ പറയാ, നമുക്കൊരു ഹെൽപ്ഫുൾ അല്ലാത്തതുമായിട്ടുള്ള റെക്കോർഡിംഗ് എന്താണ് കാണിക്കുന്നുണ്ട്. പിന്നെ സിക്സ്ത് പോയിന്റ്, ദ പ്രൊക്യൂർമെന്റ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ക്യാൻ ബി പ്ലാൻഡ് ഇൻ അഡ്വാൻസ് ടു അവോയ്ഡ് ഡിലേസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറീസ്. സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ ഡെലിവറിയും, നമ്മളെ സ്പെസിഫിക് മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷനും ഡെലിവറി നമുക്ക് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യാൻ കഴിയും. അപ്പം BOM കിട്ടിയാൽ തന്നെ നമ്മളെ
പ്രൊഡക്റ്റിന്റെ ഇഷ്യൂ അതുപോലെ തന്നെ പർച്ചേസിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ പ്രൊഡക്ഷൻ എഫിഷ്യന്റ് ആയിട്ടും അതുപോലെ തന്നെ ഡെലിവറിയിൽ ഉണ്ടാവുന്ന ഫ്ലെക്സിബിലിറ്റി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് കഴിയും. അതൊക്കെയാണ് 6th പോയിന്റിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് നമുക്കതൊന്ന് ഷോർട്ട് ആക്കിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ എന്താണ് ബിൽ ഓഫ് മെറ്റീരിയലും അതിന്റെ സംഭവം. ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഒറ്റ ലിസ്റ്റ് ആയിട്ട് നൽകുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ബിൽ ഓഫ് മെറ്റീരിയൽ പറയുന്നത്. അതിലൂടെ നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും, അതുപോലെ തന്നെ കോസ്റ്റ് കുറക്കാൻ പറ്റും, കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷന് പറ്റും. പിന്നെ നമ്മുടെ പ്രൊഡക്ഷനിൽ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഉറപ്പാക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ബിൽ ഓഫ് മെറ്റീരിയൽ പറഞ്ഞത്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ട്രീറ്റ്മെന്റ് ഓഫ് സർപ്ലസ് മെറ്റീരിയൽ അല്ലെ. സർപ്ലസ് മെറ്റീരിയൽ. Sometimes material may be issued in excess of the requirements for particular job or work order. This may be done either facilitate convenient handling, or sometimes it may not be possible always to ascertain exactly the quantity material will be required. ഇതെന്താ പറയുന്നത് വെച്ചാല്, ഇപ്പൊ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, സർപ്ലസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഏത് സെമ്മിൽ ഏടുന്നെന്ന് കറക്റ്റ് ഓർമ്മയില്ല, പ്രോഫിറ്റും സർപ്ലസും ഒക്കെ കാണുന്ന സെമ്മിലല്ല സോറി പ്ലസ് ടുവിൽ നമ്മളെ അക്കൗണ്ടൻസി ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്നല്ലോ ഈ സർപ്ലസും പ്രോഫിറ്റും പിന്നെ വേറെ ഡിക്രീസും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സർപ്ലസ് പറയുമ്പോൾ എന്താണ്, നമ്മൾ പ്രോഫിറ്റിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സർപ്ലസ് പറയല്. ഇപ്പം സർപ്ലസ് ഓഫ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്, ട്രീറ്റ്മെന്റ് ഓഫ് സർപ്ലസ് മെറ്റീരിയൽ. അതെന്താന്ന് വെച്ചാല്, സർപ്ലസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു വർക്ക് ഓർഡറിനായിട്ട് സ്റ്റോറിൽ നിന്നും കൂടുതലായിട്ട് മെറ്റീരിയൽസ് എടുക്കുക. എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് മെറ്റീരിയൽസ് എടുത്തു, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഉപയോഗിക്കാതെ ബാക്കി വരുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർപ്ലസ് മെറ്റീരിയൽസ് എന്ന് പറയാം. ഒന്നുകൂടി പറയാം, ഇപ്പൊ ഒരു ജോബിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റോറിൽ നിന്നും കൂടുതലായിട്ട് ഓവർ സ്റ്റോക്ക് എന്ന് പറയില്ല, അപ്പൊ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മെറ്റീരിയൽസ് എടുക്കുകയാണ്. അപ്പം അതിൽ ഉപയോഗിക്കപ്പെടാത്ത ബാക്കി വരുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർപ്ലസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി surplus, one dispose of the surplus in 2 days. We can either return the surplus material stored or transfer the material to some other job or job where those materials have been requested. അപ്പം സർപ്ലസ് മെറ്റീരിയൽ എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ, സർപ്ലസ് മെറ്റീരിയൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് എന്താ, ഇതിപ്പം ഇപ്പൊ നമ്മള് സർപ്ലസ് മെറ്റീരിയൽ പറയുമ്പം അത് നമ്മള് എങ്ങനെയാണ് നമ്മൾ ആ ഒരു സർപ്ലസ് മെറ്റീരിയൽ നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ, അപ്പൊ എങ്ങനെയാണ് ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഫസ്റ്റ് വൺ സ്റ്റോറിന് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ടു സ്റ്റോറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഉപയോഗിക്കാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർപ്ലസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഉപയോഗിക്കാത്ത മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. സ്റ്റോറിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അത് തിരിച്ചയക്കാം. അതിനു വേണ്ടി നമ്മൾ മെറ്റീരിയൽ റിട്ടേൺഡ് നോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുക. അതിനാണ് നമ്മൾ MRN എന്ന് പറയാം. MRN എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ റിട്ടേൺഡ് നോട്ട്. ആ റിട്ടേൺ ഓഫ് മെറ്റീരിയൽസിൽ പറയുന്നുണ്ട് അല്ലേ. പിന്നെന്താ പറയുന്നത്, അതെന്താണ് മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫോം ഓഫ് മെറ്റീരിയൽ റിട്ടേൺ നോട്ട് ഈസ് സിമിലർ ടു ദി that of material requisition slip, but to distinguish between the two forms of different colors are generally used.
The material return note is prepared in duplicate. One copy is returned by the department returning the material, and the other copy is kept by the storekeeper. അപ്പൊ എന്താണ് മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എന്ന് പറഞ്ഞാല്? ഇത് മെറ്റീരിയൽ റിക്വസിഷൻ പറഞ്ഞല്ലോ, MR പറഞ്ഞല്ലോ. അപ്പം മെറ്റീരിയൽ റിക്വസിഷന്റെ സ്ലിപ്പ് പോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫോമാണ് എന്ത്? മെറ്റീരിയൽ റിട്ടേൺ നോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്തിനാണ്? ഫസ്റ്റ് വൺ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? Two forms of different colors are generally the materials return note is prepared in duplicate. One copy is returned by the department returning the material. ഒന്ന് റിട്ടേണിംഗ് മെറ്റീരിയൽ, ആ റിട്ടേണിംഗ് സ്റ്റോറിൽ തന്നെ എന്ത് ചെയ്യുന്നത്? ഒരു കോപ്പി കൊടുക്കുന്നത്. പിന്നെ അടുത്ത കോപ്പി എന്താ ചെയ്യുന്നത്? ഈസ് കെപ്റ്റ് ബൈ ദി സ്റ്റോർ കീപ്പർ. മറ്റൊന്ന് ആർക്കാണ്? സ്റ്റോർ കീപ്പറിന്റെ കൈവശം വെക്കാനാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, വെൽഡിംഗ് ഉണ്ടല്ലോ, വെൽഡിങ്ങിന്റെ ജോബിന് ആവശ്യമായിട്ടൊരു 10 റോഡിൽ 4 റോഡ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 6 റോഡ് എന്ത് ചെയ്യുന്നത്? MRനെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റോറിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമ്മളത് ഉപയോഗിക്കാത്ത ഓവർ സ്റ്റോക്കിംഗ് ആയിട്ട് വെക്കുന്നില്ല, നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സ്റ്റോറിക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെന്താ? ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ്. ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് പറഞ്ഞാല് അറിയാലോ, ട്രാൻസ്ഫർ പറയുമ്പോൾ എന്താണ്? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്പെസിഫിക് പ്ലേസിലേക്ക്, അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? മെറ്റീരിയൽസിനെ കൊടുക്കുക. അപ്പം ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് സംടൈംസ് എക്സസ് മെറ്റീരിയൽസ് ഇൻ റിലേഷൻ ടു ജോബ് ഓർ വർക്ക് ഓർഡർ മേ ബിക്കം യൂസ്ഫുൾ ടു അനദർ ജോബ്. അതെന്താന്ന് വെച്ചാല് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും? അത് മറ്റൊരു ജോബിനും അല്ലെങ്കിൽ മറ്റൊരു മെറ്റീരിയൽസിന് എന്ത് ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത് തിരിച്ചു നൽകാതെ നേരിട്ട് മറ്റൊരു ജോബിലേക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. നമ്മൾ സ്റ്റോറിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യാതെ അത് വേറൊരു ജോബിലേക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. നമ്മൾ മറ്റേത് ഫസ്റ്റ് പറഞ്ഞത് റിട്ടേണിങ് ടു സ്റ്റോർ അല്ലേ? അങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്യുക? ആവശ്യമായിട്ടുള്ള ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അതാണ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല്. അപ്പം അതിന് ഉപയോഗിക്കുന്ന സ്ലിപ്പിന് നമ്മൾ എന്താ പറയാ? ഫോമിന് എന്താ നമ്മൾ പറയുന്നത്? മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് എന്നാണ് അതിന് പറയാ. മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് എന്ന് നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് MTN എന്ന് പറയും. MTN, ആ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടിയിട്ട് MTN എന്നാണ് പറയുന്നത്. അപ്പം കോസ്റ്റിംഗ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, which is signed by the foreman of the sending and receiving department and the forwarded to the costing office where the necessary adjustment shall be made in the respective job accounts. അതായത് കോസ്റ്റ് ഓഫീസിന്റെ എന്താ പറയാ, അവരുടെ ഒരു അനുമതിയോടെ നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുന്നത്? ആ ഒരു കോസ്റ്റിംഗ് ഓഫീസിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ മെറ്റീരിയൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇത് എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കോസ്റ്റിംഗ് ഓഫീസിന്റെ അനുമതി ഇല്ലാതെയാണ്, അവരുടെ ഒരു അനുമതി ഇല്ലാതെയാണ് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേഷനിൽ തെറ്റായിട്ടുള്ള ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ എന്ത് ചെയ്യും? ഉണ്ടാവും. അപ്പം അങ്ങനെ തെറ്റായ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാകുമ്പോൾ അതുവഴി നമുക്ക് എന്തുണ്ടാവും? ഒരു എറർ ആയിട്ടുള്ള ജോബ് കോസ്റ്റിംഗ് ആണ് അവിടെ ഉണ്ടാവുക. പിന്നെന്താ പറയുന്നത്? such a true cost is job cannot be ascertained. The cost comparison would be misleading. അപ്പൊ പിന്നെ ഒരു ഡയറക്റ്റ് കോസ്റ്റിംഗിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഡയറക്റ്റ് കോസ്റ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് കോസ്റ്റിംഗ് അല്ല, സോറി, ഡയറക്റ്റ് ട്രാൻസ്ഫർ കേട്ടോ. ഡയറക്റ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറയുമ്പോൾ എന്താ പറയുന്നത്? അപ്പം ഒരു എമർജൻസി ആയിട്ടുള്ള ജോബിന്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എർജൻസി ആയിട്ടുള്ള ജോബിന് ഒരു മെറ്റീരിയൽസ് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ഒരു ജോബ്, പെട്ടെന്ന് അവർക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അപ്പൊ അവരുടെ പെട്ടെന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡയറക്റ്റ് ട്രാൻസ്ഫർ അവിടെ പറ്റുള്ളൂ.
അതാണ് ഡയറക്റ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറയുന്നത്. പിന്നെ ഇതിലിപ്പോ ഒന്നും പറയുന്നില്ല, ഇത്രേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പം എക്സ്ട്രാ മെറ്റീരിയൽസ് അത് നിങ്ങൾക്ക് ഇല്ലേ തോന്നുന്നുണ്ടല്ലേ? എക്സ്ട്രാ മെറ്റീരിയൽസിന്റെ ഒരു പോർഷൻസ് പറയുന്നില്ലല്ലോ. ഇല്ല, ഇതിൽ പറയുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. പിന്നെ ലെറ്റ് സം അപ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് റീഡ് ചെയ്ത് പോവാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് തേർഡ് മൊഡ്യൂളിലുള്ളത്. ഓക്കെ, തേർഡ് മൊഡ്യൂളിൽ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻവെന്ററിനെ കുറിച്ചിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോകട്ടെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ബിൽ ഓഫ് മെറ്റീരിയൽ, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്, അതിന്റെ എല്ലാം ഒരു ഷോർട്ട് ഫോം ആണ്. അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് പോവാം. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് യൂണിറ്റ് പറയുന്നത് ഇൻവെന്ററിനെ പറ്റിയിട്ട്, ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആണ്. അതിന്റെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പം നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി എന്നാ ക്ലാസ്? മൺഡേ അല്ലേ? നമുക്ക് മൺഡേ ക്ലാസ് വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കാം. അതിൽ കുറച്ച് പ്രോബ്ലംസ്, സിമ്പിൾ പ്രോബ്ലംസ് ആണ്, ഇക്വേഷൻസ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ ഇക്വേഷൻസ് ഉണ്ടാകും. ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നെടുത്തതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും? ഇല്ല ഇല്ല. അപ്പോൾ ബാക്കി നെക്സ്റ്റ് മൺഡേ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി.